ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് റാഗി മാവാണ് ഞാൻ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്നത് നല്ലതായിട്ട് ചുവക്ക വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവ കയ്യിലെടുക്കുമ്പോൾ നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. വറുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം. അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് സവാള ചെറുതരിഞ്ഞതും പച്ചമുളക് ചെറുതരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. എരിവെല്ലാം നിങ്ങൾ ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത്. ഇതും ഇതുപോലെ നല്ലതായിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. സവാള ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വശക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതാവൊന്ന് ചൂടായാൽ മാത്രം മതി. ഇത്രയും മതി. ഇനി ഇതിനൊന്ന് നമുക്ക് തണുക്കാൻ വയ്ക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള രാഗി മാവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നമുക്ക് വീണ്ടും കലക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതൊന്നും ഒഴിക്കുന്നില്ല. ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് കൂടി കഴിക്കാൻ വേണ്ടി വെള്ള ചട്നിയോ ചമ്മന്തിയോ എന്തായാലും കുഴപ്പമില്ല. നല്ല രുചിയുള്ള ഒരു അടദോശ ആണ്. ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി ബാക്കിയുള്ളതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.